ഓക്കെ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ഇക്വേഷൻസ് ഓഫ് വേരിയസ് എൻട്രോപ്പി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് നമ്മൾ പ്രോബ്ലത്തിനൊക്കെ അതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതിയാൽ മതി. ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പഠിച്ച സിംഗിൾ പാരാമീറ്റർ വരുമ്പോൾ അതേ ഇക്വേഷൻ തന്നെയാണ് എച്ച് ഓഫ് പി അല്ലെങ്കിൽ എച്ച് ഓഫ് എസ് എന്നാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടാവുക. അതായത് സിഗ്മ പ്രോബിലിറ്റി ഇൻറ്റു ലോഗ് 1 പ്രോബിലിറ്റി, അതേ സാധനം തന്നെയാണ് വരുന്നത്. പിന്നെ അതിന് ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആദ്യത്തെ റോയിലുള്ള എല്ലാ പ്രോബിലിറ്റീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ജോയിന്റ് പ്രോബിലിറ്റി മെട്രിക്സിന്റെ ആഡ് ചെയ്യുമ്പോൾ ജോയിന്റ് പ്രോബിലിറ്റി മെട്രിക്സിന്റെ ആദ്യത്തെ എല്ലാ എലമെന്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലുള്ള ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോബിലിറ്റി ഓഫ് ആ ട്രാൻസ്മിഷന്റെ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജോയിന്റ് പ്രോബിലിറ്റി മെട്രിക്സ് ഇതായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ ഈ ഫസ്റ്റ് റോ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ കോമൺ ആയിട്ടുള്ള ഏതായിരുന്നു നമുക്ക് നോക്കുക. x1 ആയിരുന്നു കോമൺ അല്ലേ, എല്ലാത്തിലും x1 ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 ആണ്. രണ്ടാമത്തെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x2 ആണ്. മൂന്നാമത്തെ ആഡ് ചെയ്യുമ്പോൾ x3 ആണ്, എക്സെട്ര. അപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. സിമിലർലി കോളം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കോളത്തിന്റെ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? y1 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ആദ്യത്തെ കോളം മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y1 ആണ്, p of y1 ആണ്. രണ്ടാമത്തെ കോളം എല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് p of y2. ദിസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. അപ്പോൾ ഇനി നമ്മളിപ്പോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ റിലേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ ഇക്വേഷനും പറഞ്ഞു. അപ്പൊ ഇതിനെല്ലാം എഴുതാൻ എളുപ്പം, പഠിക്കാൻ എളുപ്പം പറഞ്ഞു. ആദ്യത്തെ രണ്ടിന്റെയും സിഗ്മ വരും, രണ്ട് സിഗ്മ വരും, പി ഓഫ് എക്സ് കെയും വൈ ജെയും വരും. പിന്നെ ലോഗ് 1/, ഇവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ പി ഓഫ് എക്സ് കെ വരും, എച്ച് ഓഫ് വൈ ആണെങ്കിൽ ഇവിടെ പി ഓഫ് വൈ ജെ വരും. എച്ച് ഓഫ് എക്സ് ബൈ വൈ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ എക്സ് കെ ബൈ വൈ ജെ വരും. വൈ ബൈ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് വൈ ജെ ബൈ എക്സ് കെ വരും. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത് അവിടെ അത് മാറ്റം വരുന്നത് ആ ലോഗ് 1/, ആ വരുന്ന വശത്ത് മാത്രമേ മാറൂ, ബാക്കി എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. ഇതെന്തിനാണ് ഈ ഇക്വേഷൻ എഴുതിയതെന്ന് ചോദിച്ചാൽ നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പി ഡിസ്കസ് ചെയ്യാനെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പി, നമുക്ക് ഈ റിലേഷൻ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വരുമ്പോൾ ആദ്യം എൻട്രോപ്പി കണ്ടുപിടിക്കാനായിരിക്കും തരുന്നത്. അത് ഒരു പ്രോബ്ലം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ആദ്യം എൻട്രോപ്പി കണ്ടുപിടിക്കാൻ പറയും. പിന്നെ കണ്ടുപിടിച്ചതിന് ശേഷം വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പി എന്ന് പറയും. വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പി, അതായത് നമ്മൾ ഈ ഒരു റിലേഷൻ കിട്ടും, ആ റിലേഷൻ നമുക്ക് കിട്ടിയ ഉത്തരവായിട്ട് ചെക്ക് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതായത് ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിലേഷൻ നമ്മളെ പ്രോബ്ലം നമ്മൾ ചെയ്ത സാധനത്തിൽ കിട്ടിയെന്ന് പ്രൂവ് ചെയ്യണം. അതുകൂടെ ആകുമ്പോൾ മാത്രമേ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഈ പ്രോബ്ലം ഇന്ന് ഡിസ്കസ് ചെയ്യും, അപ്പൊ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ എച്ച് ഓഫ് ഐ ബൈ എക്സ് ഇക്വേഷൻ ഇതാണ്. പി ഓഫ് എ ബൈ ബി, താഴത്തെ ആലോചിച്ചു. പി ഓഫ് എ ബൈ ബി എന്ന് വെച്ചാൽ എന്താണ്? പി ഓഫ് എ കോമ ബി ബൈ പി ഓഫ് ബി ആണ്. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പ്രോബിലിറ്റിയുടെ റിലേഷൻ ആണ്. പി ഓഫ് കണ്ടീഷണൽ പ്രോബിലിറ്റി പി ഓഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ കോമ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇവിടെ എ ബൈ ബി ആണെങ്കിൽ ഇവിടെ എ കോമ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇവിടെ പി ഓഫ് ബി ബൈ എ ആണെങ്കിൽ പി ഓഫ് എ കോമ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ബൈ എ ആണെങ്കിൽ ബൈ എ. ഇവിടെ എന്താണോ താഴെ വരുന്നത് അത് തന്നെയാണ് താഴെ വരുന്നത്. ആ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് ഓൾറെഡി പ്രോബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്തതാണ്, അതിന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ ഇതാ ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർക്കുക, കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് പി ഓഫ് എ ബൈ ബി, കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് പി ഓഫ് എ ബൈ ബി. ഇതാ ഈ താഴത്തെ നിങ്ങൾ റെസിപ്രോക്കൽ ആലോചിച്ച് നോക്കി. പി ഓഫ് എ ബൈ ബി ആണെങ്കിൽ പി ഓഫ് എ കോമ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. ഇവിടെ പി ഓഫ് വൈ ജെ കോമ വൈ ജെ ബൈ എക്സ് കെ ആണ്. അപ്പൊ എന്താണ്? പി ഓഫ് എക്സ് കെ കോമ വൈ ജെ, വൈ ജെ കോമ എക്സ് കെയും എക്സ് കെ കോമ വൈ ജെ ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ,
ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ എന്തായിരുന്നു എക്സ് കെ, അപ്പൊ ഇവിടെയും താഴെ എന്താണ് എക്സ് കെ തന്നെ ആയിരിക്കും. പി ഓഫ് വൈ ജെ ബൈ എക്സ് കെ ഇസിക്കൽ പി ഓഫ് എക്സ് കെ കൊമ വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് കെ. അപ്പം 1 ഇത് വരുമ്പോൾ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ. അപ്പൊ ഈ പി ഓഫ് എക്സ് കെ മേലെ പോകും. ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ പി ഓഫ് എക്സ് വൈ ജെ ബൈ എക്സ് കെയുടെ സ്ഥാനത്ത് ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബാക്കിയൊക്കെ സെയിം ആണ്, ലോഗ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് കെ. ഓക്കെ, പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് കെ ആണ് ഇത്. അത് മേലെ പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എല്ലാം 1 വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോ എച്ച് ഓഫ് വൈ ബൈ എക്സ്, എച്ച് ഓഫ് വൈ ബൈ എക്സിൽ ആദ്യത്തെ സെയിം വന്നു. പിന്നെ അതാ നോക്കുക, ഇത് ലോഗ് എ, ലോഗ് എ ഇവിടത്തെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സ് കെ കൊമ വൈ ജെ. അപ്പൊ ലോഗ് എ അത് ഡിവൈഡഡ് ബൈ എന്താണ്? അത് നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ ഒരു സെക്കൻഡ്. ഓക്കെ, ശരി. ഇതാ ഈ ആദ്യത്തെ ടേം എടുത്ത് നോക്കിയേ, ഈ സാധനം, ഈ ഫസ്റ്റ് വൺ. ഓക്കെ, അതാ ഈ ഒരു ടേം നോക്കുക. ഇതിന് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ടേമിനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്. 1 divided by P of xk comma yj, the whole divided by 1 by P of xk. ഇത് രണ്ടും സെയിം കിട്ടും. കാരണം എന്താണ്? ഡിവിഷൻ ആകുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ബൈ. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു വെട്ട് വേണമെങ്കിൽ ശ്രദ്ധിക്കുക. അതാ നോക്കിയേ, ഓക്കെ, ഇത് നോക്കിയേ, 1 by P of xk, yj divided by 1 by P of xk. എന്താണ് ഇത് സംഭവം? 1 by P of xk, yj divided by P of xk എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ ആകുമ്പോൾ എന്ത് കിട്ടും? 1 by P of xk, yj into P of xk by 1. ആ സാധനം തന്നെയല്ലേ ഈ എഴുതിയിരിക്കുന്നത്? ആണല്ലോ. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ റീറൈറ്റ് ചെയ്തെന്ന് വെക്കുക, ഇതിനെ ഇങ്ങനെ റീറിട്ടേൺ ചെയ്തെന്ന് വെക്കുക. അപ്പൊ എന്താണ്? P of xk by P of xk, yj എനിക്ക് എങ്ങനെ എഴുതാം? P of 1 by P of xk, yj divided by 1 by P of xk. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഡിവിഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ. അപ്പൊ 1 by P of xk, yj into P of xk
ബൈ 1. അത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ ഇതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലോഗ് 1 by p of xk, yj the whole divided by 1 by p of xk. അതിനെ എങ്ങനെ എഴുതാം? ലോഗ് a by b നമുക്ക് എന്താണ് ആയിട്ട് എഴുതാം? ഇത് എയും ഇത് ബി ആണെന്ന് വെക്കുക. അപ്പൊ ഇവിടെ എന്തായി മാറും? ലോഗ് ഓഫ് 1 by p of xk, yj 1 by p of xk, yj divided by, റിപ്പീറ്റ് ചെയ്യാം, ലോഗ് ഓഫ് 1 by p of xk, yj by 1 by p of xk കൊണ്ട് റീപ്ലേസ് ചെയ്യാം അല്ലെ. ഈ ടേമിനെ ശ്രദ്ധിക്കുക, ഈ ടേമിനെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാധനത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇത് ലോഗ് എ ബൈ ബി ഫോം ആണല്ലോ. ഇത് ലോഗ് എ ബൈ ബി ഫോം ആണല്ലോ. ലോഗ് എ ബൈ ബി നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി ആയിട്ട് എഴുതാമല്ലോ. ലോഗ് എ ബൈ ബി എന്തായിട്ട് എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടുത്തെ എ എന്താണ്? 1 by p of xk, yj. അപ്പൊ ലോഗ് എ എന്ന് വെച്ചാൽ 1 by p of xk, yj മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് ബി ഇവിടുത്തെ ബി എന്താണ്? 1 by p of xk. അപ്പൊ മൈനസ് ലോഗ് 1 by p of xk. ഈ സിഗ്മ എങ്ങനെ വന്നെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള സിഗ്മ ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലെ. ഡബിൾ സിഗ്മ p of xk, yj ദി ഹോൾ ഇൻറ്റു ആണ് ലോഗ് 1 by p of xk, yj മൈനസ് ലോഗ് 1 by p of xk. അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതി കിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് അറിയാനാണ്. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോ. ഉണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. കൺഫ്യൂഷൻ വേണ്ട, സിമ്പിൾ ആണ്. അത് ഞാൻ ഒന്ന് ഇതിട്ട് തരാം. സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂസിങ് ആവരുത്. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ആദ്യം ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഉണ്ടോ? ഇല്ലല്ലോ, കണ്ടിന്യൂ അല്ല. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. പി ഓഫ് എക്സ് കെ പി ഓഫ് എ ബൈ ബിക്ക് വരും പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി കൊടുത്തു. ഇനി ഈ സാധനത്തിന് ഞാൻ റിട്ടേൺ ചെയ്തു. എങ്ങനെ എഴുതി? 1 by p of xk, yj ഡിവൈഡഡ് ബൈ 1 by p of xk എന്ന് എഴുതി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഡിവിഷൻ എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ. അപ്പൊ 1 by p of xk, yj ഇൻറ്റു p of xk ബൈ 1 എന്നാവും. രണ്ടും സെയിം തന്നെ കിട്ടും. ഇനി ഇത് എ ആയിട്ട് കൺസിഡർ ചെയ്യുക. 1 by p of xk, yj എയും 1 by p of xk ബി ആണെങ്കിൽ ഇത് ലോഗ് ഓഫ് അല്ലെ, കാര്യം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ലോഗ് ഓഫ് എ ബൈ ബി ആണ്. ലോഗ് ഓഫ് എ ബൈ ബി ലോഗ് എ മൈനസ് ലോഗ് ബി കൊണ്ട് റീപ്ലേസ് ചെയ്തു ആണല്ലോ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ എൻട്രോപ്പി കിട്ടാനാണ് അല്ലെ. അപ്പൊ ഇത് നോക്കിയേ, ഇവിടെ ഈ സാധനം എന്താണ്? അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ ലോഗ് 1 അവിടെ എന്താണ് എന്ന് നോക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഏത് ഫംഗ്ഷൻ എന്ന് അറിയാം. നോക്കിയേ, ലോഗ് 1 അവിടെ എന്താണ്? xk, yj. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് h of x, y ആണ്. ഇവിടെ എന്താണ്? ലോഗ് 1 അവിടെ p of xk ആണ്. അപ്പൊ ഇറ്റ് ഈസ് h of x എന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് we have obtained h of y by x is equal to h of x, y minus h of x. ഇത് ഇപ്പൊ h of x, y എന്താണ്? equal to h of x ഇപ്പുറത്ത് വന്നു അല്ലെ. h of x ഇപ്പുറത്ത് വന്നു h of x പ്ലസ് h of y by x. ഇനി സിമിലർലി ഇതേ രീതിയിൽ ഇപ്പൊ ഞാൻ ഇവിടെ h of y by x ആണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഇതേപോലെ നിങ്ങൾ h of x by y സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇതേ രീതിയിൽ തന്നെ കിട്ടും. അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ h of x, y is equal to h of y plus h of x by y ആണ്. ഓക്കെ, അപ്പൊ അതൊന്നും ആലോചിക്കാനില്ല. ഡെറിവേഷൻ സിമ്പിൾ ആണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാമിനൊക്കെ നമുക്ക് ഡെറൈവ് ചെയ്യാക്കില്ല. അപ്പൊ നമ്മളിത് ബൈഹാർട്ട് ചെയ്യണം. ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല. h of x, y ആകുമ്പോ എന്ത് കിട്ടും? ഇപ്പൊ ഇവിടെ h of x പ്ലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ മേലെ ഒരു പ്ലസ് h. ചുമ്മാ ആലോചിക്കുന്ന കേട്ടോ, അല്ല ഇത് ലോജിക്കല്ല. നിങ്ങൾക്കൊരു കോമൺ സെൻസ് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പത്തിന് ഓർത്ത് വെക്കാൻ പറയുന്നത്. h of x, y ആകുമ്പോൾ നിങ്ങൾ h of x പ്ലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ മേലെ x വന്നുകൊണ്ട് താഴെ ഒരു x വരും. അതായത് h of y by x ആണ് വരുന്നത്. സിമിലർലി h of x, y അവിടെ നിങ്ങൾ h of y പ്ലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ മേലെ y അല്ലേ വന്നാൽ താഴെ y വരും. അതായത് h of x by y. അത് തിരിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞത്.
അപ്പോൾ എക്സ് കോമ വൈ ആകുമ്പോൾ എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് മേൽ വന്നുകൊണ്ട് താഴെ എക്സ് വരണം. അപ്പൊ ഇത് ഇറ്റ് ഈസ് എച്ച് ഓഫ് വൈ ബൈ എക്സ് ആണ്, തിരിഞ്ഞു പോകില്ല. ഇവിടെ അതേപോലെ എച്ച് ഓഫ് എക്സ് കോമ വൈ എന്ന് വെച്ചാൽ എച്ച് ഓഫ് വൈ ആണ് വന്നത്. അപ്പൊ മേല് വൈ വന്നാൽ താഴെ വൈ വരണമല്ലോ, പ്ലസ് എച്ച് ഓഫ് എക്സ് ബൈ വൈ ആണ്. അപ്പൊ ഇത് തമ്മിൽ തിരിഞ്ഞു പോകത്തില്ല. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. എച്ച് ഓഫ് വൈ ബൈ എക്സ് ഇസിക്കൽ ടു രണ്ട് റിലേഷൻ എന്ന് പറയാം അല്ലെ. എച്ച് ഓഫ് വൈ ബൈ എക്സ് അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സ് കോമ വൈ ഇൻ ടേംസ് ഓഫ് എച്ച് ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് വൈ ബൈ എക്സും കിട്ടി. അതേപോലെ എച്ച് ഓഫ് എക്സ് കോമ വൈ, അതായത് രണ്ട് ഇക്വേഷൻ കിട്ടി. എച്ച് ഓഫ് എക്സ് കോമ വൈ ഇൻ ടേംസ് ഓഫ് എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് വൈ ബൈ എക്സും കിട്ടി. സിമിലർലി എച്ച് ഓഫ് എക്സ് കോമ വൈ ഇൻ ടേംസ് ഓഫ് എച്ച് ഓഫ് വൈയും കിട്ടി, എച്ച് ഓഫ് എക്സ് ബൈ വൈയും കിട്ടി. ഇനി നമ്മൾ അടുത്ത റിലേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രൂഫ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡെറിവേഷൻ എടുക്കുന്നത്. ശരി, അടുത്തത് നോക്കിയേ. എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ വൈ. ഓക്കെ, ഇത് ഏതാണ് സാധനം എന്ന് വെച്ചാൽ എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ വൈ. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മളെ റിസൾട്ട് ആണ് ആലോചിക്കുന്നത്. റിസൾട്ട് എന്തായാലും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേ വെക്കൂ. കാരണം പ്രോബ്ലത്തിൽ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ആ റിലേഷൻ നമുക്ക് അറിയണം. അല്ല അപ്പോഴേ നമുക്ക് പ്രോബ്ലം വന്നു ആ ടൈം കുറവായിരിക്കും. ആ പ്രോബ്ലത്തിന്റെ ഇടയിൽ പിന്നെ ഈ ഡെറിവേഷനും കൂടെ പറ്റത്തില്ല. ഇപ്പൊ ഈ ഡെറിവേഷൻ ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതായത് നമ്മൾ ഓൾറെഡി ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത അതേപോലെ ഇവിടെ റിസൾട്ട് എന്താണെന്ന് ജസ്റ്റ് നോക്കുക. ഇതാണ് നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. എന്താണ്? എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ബൈ വൈയും എച്ച് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് വൈ ബൈ എക്സും ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടണം. അപ്പൊ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നേരത്തെ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ എന്തൊക്കെ വേണം? എച്ച് ഓഫ് എക്സും വേണം, എച്ച് ഓഫ് എക്സ് ബൈ വൈയും വേണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ റിസൾട്ട് പഠിച്ചു വെക്കുക. എച്ച് ഓഫ് എക്സും വേണം, എച്ച് ഓഫ് എക്സ് ബൈ വൈയും വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ വൈ കണ്ടുപിടിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഈ സാധനം സീറോ ഒക്കെ ആക്കാൻ നോക്കിയാൽ മതി. ഇക്വാളിറ്റിയും വരും, അപ്പൊ അത് സീറോ ആക്കാൻ നോക്കുക. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഓർമ്മയുണ്ടെങ്കിൽ ഏതാണ്ട് ആ ഒരു ലോജിക്ക് തന്നെ വരും. പണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ മറ്റേ ലോഗ് ഈയുടെ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഈ സാധനം എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ക്യൂ. ഇതേ രീതിയിലാണ് ഏതാണ്ട് ഫോളോ ചെയ്യുന്നത്. അത് നോക്കിയേ, എച്ച് ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ക്യൂ. ക്ലിയർ ആയോ? അപ്പൊ അവിടെ നമ്മൾ നോക്കിയേ, എച്ച് ഓഫ് എസ് ലോഗ് ക്യൂ മൈനസ് എച്ച് ഓഫ് എസ് അവിടെ എടുത്തു, നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പൊ അതേപോലെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ആ രണ്ട് സാധനത്തിന്റെയും സബ്ട്രാക്ഷൻ ആണ് നമുക്ക് അവിടെ എടുക്കുന്നത്. ഓർക്കാൻ എളുപ്പത്തിന് കളക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, ഇതും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ബൈ വൈയും എച്ച് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് വൈ ബൈ എക്സ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പൊ രണ്ടിന്റെ സബ്ട്രാക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ അപ്പൊ തുടങ്ങുന്നത് അതിൽ നിന്ന് തന്നെയാണ് എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ബൈ വൈ. എച്ച് ഓഫ് എക്സിന്റെ ഇക്വേഷൻ സിഗ്മ, രണ്ട് സിഗ്മയും വരും. ലോഗ് 1 ബൈ എച്ച് ഓഫ് എക്സ് ചോദിച്ചാൽ ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ. ഇനി വീണ്ടും രണ്ട് സിഗ്മ വരും. എക്സ് ബൈ വൈ ചോദിച്ചാൽ ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ. സംശയം എല്ലാവർക്കും? ഓക്കെ, ഇനി ലോഗ് ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞ ആ പ്രോപ്പർട്ടി അപ്ലൈ ലോഗ് എ ബൈ ബി. ഓക്കെ, ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ കോമ ബി ഡിവൈഡഡ് ബൈ ലോഗ് എ കോമ ബി. അതായത് ഇപ്പൊ ഇവിടെ വെച്ച് ആണെങ്കിൽ ലോഗ് പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സ് കെ കോമ വൈ ജെ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ ജെ. ഓക്കെ, ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ശ്രദ്ധിക്കുക, ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ശരി, ആദ്യം തന്നെ അങ്ങനെ എഴുതിക്കോ. ലോഗ് എ മൈനസ് ലോഗ് ബി ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി. അപ്പം ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ ഇൻറ്റു പി ഓഫ് എക്സ് കെ ബൈ വൈ
ലോഗ് എ മൈനസ് ലോഗ് ബി ആകുമ്പോൾ ലോഗ് എ ബൈ ബി ആണ്. ഇവിടത്തെ എ എന്ന് വെച്ചാൽ 1 ബൈ പി ഓഫ് എക്സ് കെ ആണ്. ഇവിടെ ബൈ ബി എന്ന് പറഞ്ഞാൽ 1 ബൈ പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ ആണ്. മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ ആണ് അല്ലെ, ഡിവിഷൻ ആകുമ്പോൾ. അപ്പൊ ലോഗ് എ ബൈ ബി എന്ന് വെച്ചാൽ 1 ബൈ പി ഓഫ് എക്സ് കെ മൾട്ടിപ്ലിക്കേഷൻ ബൈ റെസിപ്രോക്കൽ ആകുമ്പോൾ ഇൻറ്റു പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ. പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ എന്താണ്? പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ അത് ഇൻറ്റു ആവും അല്ലെ, മേലെ വരും. അപ്പം പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഡിവൈഡഡ് ബൈ അല്ലെ, ഇവിടെ എക്സ് കെ ബൈ വൈ ജെ അല്ലെ, എക്സ് കെ ബൈ വൈ ജെ ആകുമ്പോൾ എക്സ് കെ കോമ വൈ ജെ ഡിവൈഡഡ് ബൈ വൈ ജെ. സെയിം സാധനം. ക്ലിയർ ആയോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഇവിടെ ചെയ്തതൊന്നുമില്ല. ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ ബൈ ബി നിങ്ങൾ തന്നെ നോക്കുക. ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ ബൈ ബി ആക്കി എഴുതുമ്പോൾ ഇത് എങ്ങനെ കിട്ടും? ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ, ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ. എഴുതണമെങ്കിൽ എഴുതാം, കൺഫ്യൂഷൻ വരരുത്. ജസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പൊ ഇവിടെ ലോഗ് എ മൈനസ് ലോഗ് ബി ആകുമ്പോൾ ലോഗ് എ ബൈ ബി ആണ്. അപ്പൊ ഇവിടെ ലോഗ് എ ബൈ ബി, എ ബൈ ബി ഞാൻ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ എഴുതും. അപ്പോ 1 divided by P of log A by B ആകുമ്പോൾ മൾട്ടിപ്ലൈ ബൈ റെസിപ്രോക്കൽ ആകുമ്പോൾ ഇൻറ്റു പി ഓഫ് എക്സ് മേലാണ് ഇത് എക്സ് കെ ബൈ വൈ ജെ. ഓക്കെ, അപ്പൊ നോക്കിയേ, ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ ഇൻറ്റു ഇത് സാധനം കിട്ടും. ഇനി ഈ ലോഗ് പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ, പി ഓഫ് എക്സ് കെ ബൈ വൈ ജെ നമുക്ക് എന്തായിട്ട് എഴുതാം? പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ ജെ എന്ന് എഴുതാം. ആ സാധനമാണ് ഇവിടെ എഴുതിക്കുന്നത്. ഓക്കെ, ആ സാധനമാണ് ഇവിടെ എഴുതിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അതായത് ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റാം. ഇനി ഈ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ നമുക്ക് എന്തായിട്ട് എഴുതാം? ലോഗ് പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് വൈ ജെ. അത് അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു പി ഓഫ് എക്സ് കെ ആണ്, പി ഓഫ് എക്സ് കെ അവിടെ എഴുതി അതിങ്ങനെ. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇതാണ് ലോഗ്, ഒരു ലോഗരിതത്തിന്റെ കൺവേർഷൻ ആണ് അല്ലെ. അപ്പൊ ഇതിന് ഇവിടെ എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇവിടെ എല്ലാം ഈക്വൽ ആണ് വന്നിരിക്കുന്നത്. ഓരോന്നിന്റെ ലോജിക് ആയിരിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് എക്സ് ബൈ വൈയും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അതിന്റെ സബ്ട്രാക്ട് ചെയ്തു. ഇനി റിസൾട്ടിൽ നോക്കിയാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്ക് ഇവിടെ ഉള്ളത് ഇക്വാളിറ്റി, ഇവിടെ ഇക്വാളിറ്റി ആണ് ഉള്ളത്. പക്ഷെ അവിടെ ഉള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫോമിലോട്ട് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ, ലോഗ് അല്ലെ. ലോഗിന്റെ രണ്ട് കേസസ് പഠിച്ചല്ലോ. ലോഗ് എക്സ് ആകുമ്പോ എക്സ് ലെസ് എക്സ്, ലോഗ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 1 ഓർമ്മയുണ്ടല്ലോ. അതേപോലെ 1 ബൈ എക്സ് അല്ലെങ്കിൽ ലോഗ് മൈനസ് ലോഗ് എക്സ് ആകുമ്പോൾ നേരെ തിരിച്ചു വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ആ ലോഗരിതമിക് ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അവിടെ നമുക്ക് നാച്ചുറൽ ലോഗരിതമാണ് വേണ്ടത്. ലോഗരിതമിക് ഇനിക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നാച്ചുറൽ ലോഗരിതമാണ് വേണ്ടത്. ഇവിടെയുള്ള നാച്ചുറൽ ലോഗരിതം അല്ല, ജനറലൈസ് ചെയ്താൽ ലോഗ് ടു ദി ബേസ് 10 അല്ലെങ്കിൽ ലോഗ് ടു ദി ബേസ് 2 ആയിക്കോട്ടെ. ഇവിടെ എന്തായാലും നാച്ചുറൽ ലോഗരിതം അല്ല ഉള്ളത്. അപ്പൊ നാച്ചുറൽ ലോഗരിതം ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. എന്താണ് നാച്ചുറൽ ലോഗരിതം? ഇസിക്കൽ ടു ലോഗ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് ഇ. ഇത് ബേസ് ഇപ്പൊ തൽക്കാലം കൺസിഡർ ചെയ്യണ്ടല്ലോ. കൺസിഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ ജനറലൈസ് ചെയ്താൽ നമുക്ക് ലോഗ് 10 ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ ബൈനറി മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ലോഗ് 2 ആയിട്ടും കൺസിഡർ ചെയ്യാം, ലോഗ് ടു ദി ബേസ് 2 ആയിട്ടും കൺസിഡർ ചെയ്യാം. ഒരു ലോഗ് എന്ന് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ലോഗ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ നോക്കിയേ, നാച്ചുറൽ ലോഗരിതം കിട്ടണമെങ്കിൽ ആ ഉള്ള ലോഗ് ഏത് ബേസ് എന്തോ ആയിക്കോട്ടെ, ആ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് ഇ എന്ത് കിട്ടണം? ഡിവൈഡഡ് ബൈ അപ്പോ ലോഗ് ഇ കൊടുക്കണം. നാച്ചുറൽ ലോഗരിതം ആകുമ്പോൾ ലോഗ് ടു ദി ബേസ് ഇ ആയതുകൊണ്ട് ഇവിടെ ലോഗ് ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാത്തത്.
ഒന്നുകൂടെ ആലോചിക്കുക, നാച്ചുറൽ ലോഗരിതം നമ്മൾ കാൽക്കുലേറ്ററിന്റെ കേസ് പറഞ്ഞ കണക്കാണ്. നമുക്ക് ലോഗ് ടു ദി ബേസ് 2 കിട്ടണം. അത് ആലോചിച്ച് നോക്കിയാൽ ലോഗ് ടു ദി ബേസ് 2 കിട്ടണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിക്കുന്ന സാധനത്തിന് ഡിവൈഡഡ് ബൈ ലോഗ് 2 ചെയ്യണം, ലോഗ് ടു ദി ബേസ് 2 കിട്ടാൻ. ഇപ്പൊ ലോഗ് ടു ദി ബേസ് ഇ കിട്ടണമെങ്കിൽ നമുക്ക് ഉള്ള സാധനത്തിന് ഡിവൈഡഡ് ബൈ ലോഗ് ഇ ചെയ്യണം. ഉള്ള സാധനത്തിന് ഡിവൈഡഡ് ബൈ ലോഗ് ഇ ചെയ്താൽ ലോഗ് ടു ദി ബേസ് ഇ ആയ നാച്ചുറൽ ലോഗരിതം കിട്ടും. ലോഗ് ടു ദി ബേസ് 2 കിട്ടണമെങ്കിൽ ഡിവൈഡഡ് ബൈ ലോഗ് 2 ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് എന്തിനെ ഏതിലോട്ടാണ് കിട്ടേണ്ടത് അത് ആയിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ലോഗ് ടു ദി ബേസ് ഇ കിട്ടണം, അതാണല്ലോ നാച്ചുറൽ ലോഗരിതം. നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ലോഗ് ഇ ആണല്ലോ. അപ്പൊ ലോഗരിതം നാച്ചുറൽ ലോഗരിതം കിട്ടണമെങ്കിൽ ആ തന്നിരിക്കുന്ന സാധനത്തിന്റെ ലോഗ് ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താണുള്ളത്? ഈ ലോഗ് സാധനമാണുള്ളത്. അപ്പൊ ലോഗ് സാധനത്തിന്റെ നാച്ചുറലിലോട്ട് എങ്ങനെ ആക്കാം? ലോഗ് സാധനത്തിന്റെ നാച്ചുറലിലോട്ട് ആക്കണമെങ്കിൽ ലോഗ് ഇ ഇൻറ്റു നാച്ചുറൽ ലോഗരിതമാണ് അല്ലെ. ലോഗ് ഇ ഇൻറ്റു നാച്ചുറൽ ലോഗരിതമാണ്, മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് കിട്ടും? ഒരു ലോഗ് ഇ അവിടെ വരും, ഈ ലോഗ് നാച്ചുറൽ ലോഗരിതമാണ്. കാരണം എന്താണ്? LOG ഈസ് ഈക്വൽ ടു ലോഗ് ln ഓഫ് എക്സ് ഇൻറ്റു ലോഗ് ഇ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ലോഗ് ഇ ഇൻറ്റു ln ഓഫ് ദി സെയിം എക്സ്. ഓക്കെ, ശരി. അടുത്ത ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലോഗരിതമിക് ഇനിക്വാളിറ്റി ആലോചിക്കുക. ലോഗ് നമ്മൾ എപ്പോഴും അതാണ് ചെയ്യുന്നത് കേട്ടോ. ലോഗ് എക്സ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 1, ലോഗ് 1/x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - x. അപ്പൊ ഇവിടെ ഇതാണ് ആലോചിക്കുന്നത്. ലോഗ് 1/x സ്ഥാനത്ത് നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? 1 - x കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഈ സെയിം ഐഡന്റിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത്. ലോഗ് 1/x എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - x. ഓക്കെ, അപ്പോ ലോഗരിതത്തിന്റെ സ്ഥാനത്ത് ഞാൻ 1 - x കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ തുക ചെറുതാവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ലോഗ് 1/x ഇരുന്ന സ്ഥാനത്ത് ഞാൻ 1 - x കൊടുത്താൽ എന്ത് സംഭവിക്കും? നോക്കിയേ, 1 - x ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോഗ് 1/x. അപ്പൊ ലോഗ് 1/x സ്ഥാനത്ത് ഞാൻ 1 - x കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ കൊടുക്കുന്ന ഭാഗം എന്തായി മാറും? ചെറുതാവും. നേരത്തെ ഉണ്ടായതിനേക്കാൾ ചെറിയ വാല്യൂ ആണ്. അപ്പൊ ഈ ഐഡന്റിറ്റി ആലോചിക്കുക. ലോഗ് 1/x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - x. ലോഗ് 1/x ലോഗ് 1/x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - x. ഓക്കെ ആണല്ലോ? ലോഗ് 1/x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - x. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ് ഈ ലോഗരിതത്തിൽ. ഇത് ലോഗ് 1/x ആണെന്ന് കൺസിഡർ ചെയ്ത്. ഇത് ലോഗ് 1/x. ഇത് ലോഗ് 1/x ആണെങ്കിൽ ഇവിടത്തെ x എന്താണെന്ന് അറിയാലോ? x എന്ന് വെച്ചാൽ ഇത് തിരിച്ചു വരും അല്ല. ഇത് ലോഗ് x അല്ല, ലോഗ് 1/x ആണ്. ലോഗ് 1/x എന്ന് വെച്ചാൽ 1/x ഇസിക്കൽ ടു ഇത്. അപ്പൊ x എന്ന് വെച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ. സോ ഇതിന് ലോഗ് 1/x എന്ന് പകരം 1 - x കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യും. ഇവിടുത്തെ x എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് ദിസ് ആണ്. ദാറ്റ് മീൻസ് p of xk into p of yj divided by p of xk, yj. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ ലോഗരിതമായിരുന്ന സാധനത്തിനെ 1 - x കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ ഈ ഭാഗം എന്തായി മാറി? ഈ ഭാഗം ചെറുതായി പോയി. അതാണ് ഇവിടെ ലെസ് ദാനും ഇപ്പുറത്ത് നേരത്തെ ഈക്വൽ ആയിരുന്ന ഭാഗത്ത് ലോഗരിതത്തിനെ ഞാൻ 1 - x കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഭാഗം ചെറുതായി പോയി. ദാറ്റ് മീൻസ് ഈ ഭാഗം ചെറുതായി എന്ന് വെച്ചാൽ ഇടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ഇ ഇൻറ്റു ഈ സാധനം വരും. ഓക്കെ, ഓക്കെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം.
അടുത്ത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതായത് ലോഗ് ഇ അവിടെ നിർത്തിയത് ഈ സാധനം അകത്തോട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് സംഭവിക്കും? ലോഗ് ഇ ദി ഹോൾ ഇൻറ്റു സിഗ്മ കെ സിഗ്മ ജെ ഇൻറ്റു പി ഓഫ് എക്സ് കെ കോമ വൈ ജെ മൈനസ് സിഗ്മ കെ സിഗ്മ ജെ ഇൻറ്റു എന്ത് കിട്ടും? പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഇൻറ്റു പി ഓഫ് എക്സ് കെ ഇൻറ്റു പി ഓഫ് വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ. അപ്പൊ ആ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആവും നമ്മൾ എല്ലാവർക്കും? ഈ സാധനത്തിന് നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നു. അകത്തോട്ട് കൊടുക്കുമ്പോൾ സിഗ്മ കെ സിഗ്മ ജെ ഇൻറ്റു ഇതായി 1 ഇൻറ്റു ഇതായപ്പോ ഓക്കെ 1 ഇൻറ്റു ഈ സാധനം ആകുമ്പോൾ അത് തന്നെ കിട്ടി. ഇനി അടുത്ത എന്താണ്? ഈ സാധനം അകത്ത് കൊടുക്കുമ്പോൾ സിഗ്മ കെ സിഗ്മ ജെ ഇൻറ്റു പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഇൻറ്റു പി ഓഫ് എക്സ് കെ ഇൻറ്റു പി ഓഫ് വൈ ജെ ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ. അപ്പൊ പി ഓഫ് എക്സ് കെ കോമ വൈ ജെയും പി ഓഫ് എക്സ് കെ കോമ വൈ ജെയും തമ്മിൽ ക്യാൻസൽ ചെയ്യും. പിന്നെ ബാക്കിയുള്ള എന്താണ്? സിഗ്മ കെ സിഗ്മ ജെ ഇൻറ്റു പി ഓഫ് എക്സ് കെ ഇൻറ്റു പി ഓഫ് വൈ ജെ. ഓക്കെ, സെയിം സ്റ്റെപ്പ് അല്ലേ? greater than or equal to sigma k sigma j p of x k comma y j minus sigma k sigma j p of y j. Okay, ശരി. ഇനി നമ്മളൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത ഓർമ്മയുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? കേൾക്കാം സാർ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നോക്കിയ പി ഓഫ് ജെ അല്ലെ, സിഗ്മ ജെ ഇൻറ്റു സിഗ്മ ജെ ഓഫ് പി ഓഫ് എക്സ് കെ കോമ വൈ ജെ ഇൻറ്റു പി ഓഫ് എക്സ് കെ. വേറെ ഒന്നുമില്ല, ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു കോളം അല്ലെ. ആദ്യത്തെ ഫസ്റ്റ് റോയിലെ എല്ലാ കോളം ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ കിട്ടും. സെക്കൻഡ് റോയിലെ എല്ലാ കോളം ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് റോ കിട്ടും. തേർഡ് റോയുടെ എല്ലാ കോളം ആഡ് ചെയ്യുമ്പോൾ തേർഡ് റോയുടെ പ്രോബബിലിറ്റി കിട്ടും. അതുകൊണ്ട് അത് ജസ്റ്റ് കാണിച്ചു തരാം. ഓൾറെഡി പറഞ്ഞതാ, നോക്കിയേ. ആദ്യത്തെ എല്ലാം ഫസ്റ്റ് ക്ലാസ് റിപ്പീറ്റ് ചെയ്തതാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള പി ഓഫ് എക്സ് 1 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള പി ഓഫ് എക്സ് 2 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് 3 കിട്ടും അല്ലേ? ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് നോക്കിയേ. അതായത് സിഗ്മ ജെ, ഇത് മാത്രം എടുത്ത് നോക്കിയേ. സിഗ്മ ജെ ആദ്യത്തെ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ എന്താണ് നമുക്ക് അറിയാം അല്ലെ? സിഗ്മ ജെ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ നമുക്ക് എന്തായിട്ട് എഴുതാം? പി ഓഫ് എക്സ് കെ ആയിട്ട് എഴുതാമല്ലോ. സിഗ്മ ജെ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ നമുക്ക് പി ഓഫ് എക്സ് കെ ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ഒരു സിഗ്മ കെ ഉള്ളതുകൊണ്ട് ആ സിഗ്മ കെ ഓഫ് പി ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. ക്ലിയർ ആവുന്നുണ്ടോ? സിഗ്മ കെ ഓഫ് പി ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. അത് ഈ കൺഫ്യൂഷൻ ആവുന്നെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ കാര്യം എന്ന് വെച്ചാൽ അത് നോക്കിയേ. അല്ല, അതാ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്നു. കറക്റ്റ് വെച്ചാൽ നോക്കിയേ. ഇതെന്താണ് സംഭവം? ആദ്യത്തെ സിഗ്മ കെ സിഗ്മ ജെ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ സമ്മേഷൻ ഓഫ് ഓൾ പ്രോബബിലിറ്റി ഓഫ് ജോയിന്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ജോയിന്റ് പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ എല്ലാ പ്രോബബിലിറ്റിയുടെ സം എന്താണ്? ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സിന്റെ എല്ലാ പ്രോബബിലിറ്റിയുടെ സം എന്താണ്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 അല്ലെ? ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സ് ഇതായിരുന്നു, ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതാണ് ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സ്. ഇതിന്റെ എല്ലാ എലമെന്റും കൂടെ ആഡ് ചെയ്താൽ ഞാൻ പറഞ്ഞു അല്ലെ, മൊത്തത്തിലുള്ള എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ സംഭവിക്കും ഇറ്റ് ഈസ് 0 അല്ലെ? ഇറ്റ് ഈസ് 1. സോറി, 0 അല്ല 1 ആണ്. ഇറ്റ് ഈസ് 1 അല്ലെ? എല്ലാ പ്രോബബിലിറ്റിയും കൂടെ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ ഉദിക്കാതിരിക്കുന്നതും രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും. ഹെഡ് കിട്ടുന്നത് ടെയിൽ കിട്ടുന്നതും ഹെഡ് കിട്ടുന്ന പ്ലസ് ടെയിൽ കിട്ടുന്ന ആഡ് ചെയ്താൽ 1 കിട്ടും. അതേപോലെ ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സിലെ ഉള്ള എല്ലാ എലമെന്റും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സിന്റെ എല്ലാ കണ്ടീഷനും കൂടെ ആഡ് ചെയ്യുന്നു. എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് 1. അപ്പൊ ഇത് 1 ആണ്, സംശയമില്ല. ഇനി അടുത്ത നോക്കി, സിഗ്മ കെ പി ഓഫ് എക്സ് കെ. സിഗ്മ കെ പി ഓഫ് എക്സ് കെ. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ 1 കൊടുത്താൽ ഇപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിമ്പല് 4 ആണെന്ന് വെക്കുക. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിമ്പല് 4. ഏതൊക്കെയാണ്? പി ഓഫ് x1, x2, x3, x4. അപ്പൊ സിഗ്മ കെ പി ഓഫ് എക്സ് കെയുടെ അർത്ഥം എന്താണ്? സിഗ്മ കെ പി ഓഫ് എക്സ് കെയുടെ അർത്ഥം എന്ന് വെച്ചാൽ പി ഓഫ് x1 പ്ലസ് പി ഓഫ് x2 പ്ലസ് പി ഓഫ് x3 പ്ലസ് പി ഓഫ് x4 ആണല്ലോ. പ്രോബബിലിറ്റി ഓഫ് ദി ഹോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഹോൾ ട്രാൻസ്മിറ്റർ ആണിത്. പ്രോബബിലിറ്റി ഓഫ് ഹോൾ ട്രാൻസ്മിറ്റർ അതായത് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിറ്റിംഗ് x1 plus probability of transmitting x2 plus probability of transmitting x3 plus probability of transmitting x4. 4 സിമ്പൽ ഉണ്ട്. 4ന്റെയും പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്താൽ എന്താണ്? probability of transmitting x1 plus probability of transmitting x2 plus probability of transmitting x3 plus probability of transmitting x4. 4ന്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ എന്താണ്? 1. ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. 4 സിമ്പൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ എന്തോ ഒരു സിമ്പൽ ട്രാൻസ്മിറ്റ് ചെയ്തു അല്ലെ? എന്തോ ഒരു സിമ്പൽ ട്രാൻസ്മിറ്റ് ചെയ്തു. അത് 4ന്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഒരു സിസ്റ്റം മൊത്തത്തിൽ അതിന്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്ത്, ഇത് ജോയിന്റ് പ്രോബബിലിറ്റി ആണ്. ജോയിന്റ് പ്രോബബിലിറ്റിയുടെ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഇതേപോലെ ഇവിടെ എന്താണ്? ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിമ്പലാണ്. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 4 സിമ്പൽ ഉണ്ട്. 4 കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഇതേപോലെ ഇതെന്താണ്? റിസീവർ ആണ്. റിസീവറിൽ 4 സിമ്പലേ ഉള്ളൂ, അല്ലെങ്കിൽ 5 സിമ്പൽ ഉണ്ടെന്ന് വെക്കുക. ആ 5 പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് y1 plus probability of y2 plus probability of y3 plus probability of y4 plus probability of y5 എന്താണ്? 1 ആണ്. അപ്പൊ ഈ ടേമും 1 ആണ്, ഈ ടേം 1 ആണ്, ഈ ടേം 1 ആണ്. അപ്പൊ 1 minus 1 into 1 is equal to 1 minus 1 is equal to 0. അപ്പൊ എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡ് h of x minus h of x minus h of x by y greater than or equal to ഇതും 0 അല്ല, ഇത് 1 മൈനസ് ഇത് 1. 1 minus 1 എന്ന് വെച്ചാൽ 0. അപ്പൊ ഈ ടേം മൊത്തത്തിൽ 0 ആയി. അപ്പൊ h of x minus h of x by y greater than or equal to 0 എന്നായി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? h of x greater than or equal to h of x by y. Similarly h of y greater than or equal to h of y by x നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യണ്ട, എക്സാമിന് സിമിലർലി ചെയ്യാൻ മതി. ഈ h of x minus h of x by y ന്റെ സ്ഥാനത്ത് h of y minus h of y by x ചെയ്താൽ മതി. ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇത് നോക്കിയാൽ ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സിന്റെ മൊത്തത്തിലുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 1 ആണ്. ഇത് നോക്കിയ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഇപ്പൊ നമ്മൾ 3 സിമ്പൽ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. ആലോചിച്ചാൽ 3 സിമ്പൽ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. ഈക്വൽ പ്രോബബിലിറ്റി ആണെങ്കിൽ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എത്രയാണ്? 1/3 ആണ്, ആണല്ലോ. അപ്പൊ സമ്മേഷൻ ഓഫ് 3 കൂടാ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് സിമ്പൽ x1 എന്ന് വെച്ചാൽ 1/3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് സിമ്പൽ 1/3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് തേർഡ് സിമ്പൽ 1/3. 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്താണ് കിട്ടുന്നത്? 3/3 is equal to 1. അത് തന്നെയാണ് ഈ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത്. ഇനി റിസീവ് ചെയ്യുന്ന 4 സിമ്പലാണ് റിസീവ് ചെയ്യുന്നത്. 4ന് ഈക്വൽ പ്രോബബിലിറ്റി, എളുപ്പത്തിനാണ് പറയുന്നത്. 4ന് ഈക്വൽ പ്രോബബിലിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് സിമ്പൽ 1/4, സെക്കൻഡ് 1/4, തേർഡ് 1/4, ഫോർത്ത് 1/4. 4 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4/4 is equal to 1. ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാത്തിന്റെയും കൂടെ പ്രോബബിലിറ്റി എടുത്താൽ 1 കിട്ടും. കാര്യം ഇത് ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തായാലും. അതേപോലെ റിസീവ് ചെയ്യാൻ 5 സിമ്പൽ റിസീവ് ചെയ്യും. റിസീവ് ചെയ്യുന്ന ഈ 5 എണ്ണത്തിന്റെയും കൂടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ എന്തായിരിക്കും? ഈസ് ഓൾസോ 1. കാര്യം ഈ 5 അല്ലാതെ വേറെ ഒന്നും അതിന് റിസീവ് ചെയ്യത്തില്ല. അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായാലും ഈ 4 സിമ്പൽ അല്ല വേറെ ഒന്നും അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് 2 കേസ് കിട്ടി. എന്താണ്? h of x greater than or equal to h of x by y എന്നും കിട്ടി. h of y greater than or equal to h of y by x സിമിലർലി നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ 2 റിലേഷൻസ് നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? 4 റിലേഷൻ നമുക്ക് പറയാം അല്ലെ. സിമിലാരിറ്റി ചെയ്തെങ്കിലും h of x, y യുടെ h of x plus h of y by x എന്ന് കിട്ടി. h of x, y h of y plus h of x by y എന്ന് കിട്ടി. സിമിലർലി h of x greater than or equal to h of x greater than or equal to h of x by y എന്ന് കിട്ടി. h of y greater than or equal to h of y by x എന്ന് കിട്ടി. 4 കണ്ടീഷൻസ് ആണ് അല്ലെ, 4 റിലേഷൻ അല്ലെ. കണ്ടീഷൻ എന്നല്ല, റിലേഷൻ എന്ന് പറയാം. 4 റിലേഷൻ അല്ലെ. റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് എൻട്രോപ്പീസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു.
ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിലേ പറ്റുള്ളത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ പി ഓഫ് എക്സ് കെ കോമ വൈ ജെ നമുക്ക് പി ഓഫ് എക്സ് കെ ഇൻറ്റു പി ഓഫ് വൈ ജെ എന്ന് പറയാം. ബോത്ത് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ പി ഓഫ് എ കോമ ബി പഠിച്ചിട്ടുള്ളതാണ്. പി ഓഫ് എ കോമ ബി ഇസ് ഇക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറയത്തില്ലേ, അതാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഈ സാധനം പല രീതിയിൽ നമുക്ക് സീറോ എന്ന് പ്രൂവ് ചെയ്യാം അല്ലെ. പല രീതിയിലെന്ന് വെച്ചാൽ ഒന്ന് ഇത് 1 ആണെന്ന് അറിയാം, ഇത് 1 ആണെന്ന് അറിയാം, ഇത് 1 ആണെന്ന് അറിയാം. ഇല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇതിന്റെ ആദ്യത്തെ സാധനം, ഈ ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഓഫ് എക്സ് കെ ആണ്. അപ്പൊ സിഗ്മ കെ എന്ന് പറഞ്ഞ് വെക്കും. ഓക്കെ, പിന്നെ അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് പറയാം, സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ കോമ ബി എങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അങ്ങനെ എഴുതിയാലും ഇത് എന്താണ്, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഏതെങ്കിലും രീതിയിലൊക്കെ കിട്ടിയാൽ മതി. ഒരു രീതിയിലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ സ്റ്റെപ്പ് വരെ കിട്ടിയല്ലേ, ഈ സ്റ്റെപ്പ് വരെ കിട്ടുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ടു 1 എന്ന് എഴുതി 0 എന്ന് പറഞ്ഞാൽ മതി, ചുമ്മാ എഴുതി വെച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ആ 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഇത്ര ഓർക്കുക. ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രോബ്ലം വെരി ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഈ പ്രോബ്ലം അല്ലാതെ വേറൊരു പ്രോബ്ലം ഇടാനില്ല. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഈ ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ട്. ഇന്നേ വരെ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഈ ഒരു പ്രോബ്ലം. ഓക്കെ, ഹാപ്പിയാ? ഓക്കെ ആണല്ലോ എല്ലാവരും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾക്ക് എനർജി കിട്ടാൻ വേണ്ടി രണ്ട് ഇന്ററാക്ഷൻ വല്ലതും വേണോ? ക്വസ്റ്റ്യൻസ് വല്ലതും വേണോ? വിപിൻ ബയാസ് വിളിക്കുന്നതിന് വിപിൻ ബയാസ് പോയ ആദിത്യ. ആദിത്യ ഉണ്ടോ? ആദിത്യ റെപ്രസെന്റേറ്റീവ്. ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാരും പോയരുത്, തുടങ്ങിയല്ലോ. അത് നേരം. ഹലോ സാർ. ആ ആദിത്യ മനസ്സിലായോ? ആ സാർ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ടാ കേട്ടതൊക്കെ, മഴയൊക്കെ ആയോണ്ടേ സാർ. ഓക്കെ ഓക്കെ, അത് എല്ലാവർക്കും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കുഴപ്പമായിരിക്കും. അല്ലെന്ന് തോന്നുന്നു സാർ, മഴയൊക്കെ ആയോണ്ട്. ശരി ശരി ശരി, ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തരും കേട്ടാ, അത് കേട്ടിട്ട് ആൻസർ പറയണം. ആ സാർ, അത് കേൾക്കുന്നുണ്ട്. ശരി ശരി, അപ്പൊ നമുക്ക് അടുത്ത ആ പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, ഡിറ്റർമിൻ ഡിഫറെന്റ് എൻട്രോപ്പീസ്. 10 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ഡിഫറെന്റ് വാല്യൂസ് മാത്രമേ മാറും. ഡിറ്റർമിൻ ഡിഫറെന്റ് എൻട്രോപ്പീസ് ഫോർ ദി ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സ് ഗിവൺ ബിലോ ആൻഡ് വെരിഫൈ ദെയർ റിലേഷൻഷിപ്പ് പി ഓഫ് എക്സ് കെ കോമ പി ഓഫ് എക്സ് കോമ വൈ ആണ് തന്നത്. ഡിറ്റർമിൻ ഡിഫറെന്റ് എൻട്രോപ്പീസ്. ഓക്കെ, ഡിഫറെന്റ് എൻട്രോപ്പീസ് കണ്ടുപിടിക്കണം. റോൾ നമ്പർ 22 ഉണ്ടാ? 22 24 28 ഇവരൊക്കെ ആബ്സെന്റ് ആണോ? 32 34 ആരും ഇല്ലേ? എല്ലാരും പോയോ? 30 ഋഷികേഷ് 43 ആരാണ്? ഋഷികേഷ് ഉണ്ടോ? ഋഷികേഷ്. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിറ്റർമിൻ ഡിഫറെന്റ് എൻട്രോപ്പീസ് ഫോർ ദി ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സ് given below and verify their relationship. Okay,
അപ്പോൾ ഇതില് പി ഓഫ് എക്സ് കോമ വൈ തന്നിട്ടുണ്ട് ജോയിന്റ് പ്രോപ്പർട്ടി. ഒന്ന് പി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ് തന്നില്ലെങ്കിൽ ജോയിന്റ് പ്രോപ്പർട്ടി മെട്രിക്സ് എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പി ഓഫ് എക്സ് കോമ വൈ. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഗിവൺ ബിലോ. ചിലപ്പോൾ അവരൊന്നും കൂടെ കുഴപ്പിക്കാൻ വേണ്ടി ഈ സാധനം തരത്തില്ല. പി ഓഫ് എക്സ് കോമ വൈ തരാതെ ഡിഫറെന്റ് ഡിറ്റർമിൻ എൻട്രോപ്പീസ് ഫോർ ദി ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി മെട്രിക്സ്. അത് എക്സാമിന് ആകെയുള്ള ഒരു മാറ്റം അതാണ്. ഒന്നീ കണ്ടീഷണൽ പ്രോബബിലിറ്റി തരും അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി തരും. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. മാറ്റാന്ന് വെച്ചാൽ നമുക്ക് മാറ്റി അത് ഒരെണ്ണത്തിൽ നിന്ന് അടുത്ത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ജോയിന്റ് പ്രോബബിലിറ്റി മെട്രിക്സ് ഗിവൺ ബിലോ ആൻഡ് വെരിഫൈ ദ റിലേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻട്രോപ്പീസ് ആണ്. ഡിഫറെന്റ് എൻട്രോപ്പീസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അപ്പോഴേ അറിയാം. എച്ച് ഓഫ് എക്സ് ഉണ്ട്, എച്ച് ഓഫ് വൈ ഉണ്ട്, എച്ച് ഓഫ് എക്സ് കോമ വൈ ഉണ്ട്, എക്സ് ബൈ വൈ ഉണ്ട്, വൈ ബൈ എക്സ് ഉണ്ട്. എച്ച് ഓഫ് അല്ല, ഇവിടെ എച്ച് ഓഫ് വൈ ബൈ എക്സ് ആണ്. ഓക്കെ, അപ്പോ എച്ച് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ചെയ്യാൻ നേരത്ത് എന്താണ്? പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ മതി, മറ്റേ റിലേഷന് വേണ്ടിയായിരുന്നു. അപ്പോൾ സാധാരണ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ആണ്. എച്ച് ഓഫ് എക്സ് ചോദിച്ചിരിക്കുന്നു. എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ സിഗ്മ പി ഓഫ് എക്സ് കെ ലോഗ് 1/p ഓഫ് എക്സ് കെ. അപ്പൊ ഇവിടെ എക്സ്, ഇവിടെ ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ട്. നമ്മൾ ഇതിന്റെ ജനറൽ ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. പി ഓഫ് എക്സ് കോമ വൈ, ഇത് ഇവിടെ പി ഓഫ് എക്സ് കോമ വൈ ആകുമ്പോൾ ഇവിടെ ഈ എലമെന്റ് ഏതാണ്? ഫസ്റ്റ് എലമെന്റ് ഏതാണ്? x1 y1. രണ്ടാമത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ ഇത് എക്സ് റോയെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് കൊണ്ടും കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വൈ കൊണ്ടുമാണ്. അപ്പൊ ഇത് പി ഓഫ് x1 y1, ഇത് പി ഓഫ് x1 y2, ഇത് പി ഓഫ് x1 y3, ഇത് പി ഓഫ് x1 y4 അല്ലെ. y1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 1, ഇത് 1 2 എന്ന് വെച്ചാൽ x1 y2, ഇത് 1 3 x1 y3. അപ്പൊ ഇത് 1 4 ആകുമ്പോൾ x1 y4. സിമിലർലി ഇതെന്താണ്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോ x1 അല്ല സോറി x2 y1 സെക്കൻഡ് റോ സെക്കൻഡ് കോളം, x2 y2 സെക്കൻഡ് റോ തേർഡ് കോളം, x2 y3 സെക്കൻഡ് റോ ഫോർത്ത് കോളം, x2 y4. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ എലമെന്റ്സ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എച്ച് ഓഫ് എക്സ് എന്ന് വെച്ചാൽ സമ്മേഷൻ എലോ സമ്മേഷൻ അല്ലെ. എച്ച് ഓഫ് എക്സ് ആകുമ്പോൾ സമ്മേഷൻ ഓഫ് പി ഓഫ് എക്സ് കെ ലോഗ് 1/p ഓഫ് എക്സ് കെ ആണ്. അപ്പൊ സമ്മേഷൻ ഓഫ് ട്രാൻസ്മിറ്റർ ആകുമ്പോൾ സമ്മേഷൻ ഓഫ് എക്സിന്റെ ടേം ആണ് അല്ലെ. ട്രാൻസ്മിറ്റർ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്മിറ്റർ സെക്ഷൻ ആണ് എക്സ്. അപ്പൊ എക്സ് എൻട്രോപ്പി ഓഫ് എക്സ് ചോദിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓൾ എക്സ് ഇൻറ്റു ലോഗ് 1/x. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? പി ഓഫ് x1 ലോഗ് 1/p ഓഫ് x1 പ്ലസ് പി ഓഫ് x2 പ്ലസ് ലോഗ് ഇൻറ്റു ലോഗ് 1/p ഓഫ് x2, പി ഓഫ് x3 ലോഗ് 1/p ഓഫ് x3 പ്ലസ് പി ഓഫ് x4 ലോഗ് 1/p ഓഫ് x4. അവിടെ ഇവിടെ എക്സിന്റെ ഏത് തൊട്ട് ഏത് വരെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇത് x1, ഇത് മൊത്തം x1 ആണ് ഫസ്റ്റ് റോ. ഇത് x2 സെക്കൻഡ് റോ എന്ന് വെച്ചാൽ x2 റോ റെപ്രസെന്റ് x. ഒന്നുകൂടെ പറയണ റോ റെപ്രസെന്റ് x. അപ്പൊ x2 x3 x4 x5 ആണല്ലോ. x1 x2 x3 x4 x5. അപ്പൊ x varies from k is equal to 1 to 5 ആണ്. അപ്പൊ p of x1 log 1/x1, p of x2 log 1/p of x2, p of x3 log 1/p of x3, p of x4 log 1/p of x4 plus p of x5 log 1/p of x5 ആണ്. ശരി, പക്ഷേ ഇവിടെ എനിക്ക് p of x1 എവിടെ? p of x1 കാണുന്നില്ല, p of x2 കാണുന്നില്ല, p of x3 കാണുന്നില്ല. കാരണം ഇതിലുള്ള എല്ലാ ടേമും ഇത് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ x1, y1 ആണ്. x1, y2, x1, y3, x1, y4. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? p of x1 കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ x1 കോമൺ ആയിട്ടുള്ള റോസ് എല്ലാം കൂടെ ആഡ് ചെയ്യും. കോളം x1 p of x1 കിട്ടണമെങ്കിൽ ഫസ്റ്റ് റോയിലെ എല്ലാ കോളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? p of x1. ആ പ്രോപ്പർട്ടി ഓർമ്മയില്ലേ? വേണ്ട, j എന്ന് വെച്ചാൽ കോളത്തിന്റെ അഡീഷൻ ആണ് p of xk, yj. ഇതിന്റെ അർത്ഥം എന്താണ്? p of xk, y1 പ്ലസ് p of xk, y2 പ്ലസ് p of xk, y3. അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്?
പി ഓഫ് എക്സ് കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് വൺ കോമ വൈ വൺ പ്ലസ് പി ഓഫ് എക്സ് വൺ കോമ വൈ ടു പ്ലസ് പി ഓഫ് എക്സ് വൺ കോമ വൈ ത്രീ പ്ലസ് പി ഓഫ് എക്സ് വൺ കോമ വൈ ഫോർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പി ഓഫ് എക്സ് വൺ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? പി ഓഫ് എക്സ് വൺ കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂടെ ഫസ്റ്റ് കോളം എല്ലാം കൂടെ ഫസ്റ്റ് റോയിലെ എല്ലാ കോളവും കൂടെ ആഡ് ചെയ്ത്, അതായത് 0.2 പ്ലസ് 0 പ്ലസ് 0.2 പ്ലസ് 0 ഇത് നാലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് നാലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് പി ഓഫ് എക്സ് വൺ. കാരണം അല്ലെങ്കിൽ ഒരു സാധാരണ അല്ലെങ്കിൽ എക്സ് റെപ്രസെന്റ് റോയും വൈ റെപ്രസെന്റ് കോളവും. ഫസ്റ്റ് റോയിലെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് ഫസ്റ്റ് എക്സ്, അതായത് എക്സ് വൺ. സെക്കൻഡ് റോയിൽ എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് സെക്കൻഡ് എക്സ് അല്ലെങ്കിൽ എക്സ് ടു. തേർഡിൽ ആഡ് ചെയ്താൽ എക്സ് ത്രീ. ഫോർത്തിലെ എല്ലാ റോയും കൂടെ ആഡ് ചെയ്താൽ എക്സ് ഫോർ. ഫിഫ്തിലെ എല്ലാ റോയും കൂടെ ആഡ് ചെയ്താൽ എക്സ് ഫൈവ്. ക്ലിയർ ആയോ? അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ എന്ത് കിട്ടും? ആദ്യത്തേതാ നോക്കിയേ, ഇത് ഫസ്റ്റ് റോ എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എക്സ് വൺ കിട്ടും. 0.2 പ്ലസ് 0.2 ഇസിക്കൽ ടു 0.4. 0.4 ആയിരിക്കും എക്സ് വൺ. അതേപോലെ ഇത് ആഡ് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് ടു കിട്ടി. ഇത് ആഡ് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് ത്രീ കിട്ടി. ഇത് ആഡ് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് ഫോർ കിട്ടി. ഇത് ആഡ് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് ഫൈവ് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോ ആദ്യത്തെ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ആഡിങ് ഫസ്റ്റ് റോ ഗീവ്സ് പി ഓഫ് എക്സ് വൺ, സെക്കൻഡ് റോ ഗീവ്സ് എക്സ് ടു. അപ്പൊ ആദ്യത്തെ റോ ആഡ് ചെയ്താൽ റോയെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സിന്റെ ഫസ്റ്റ് റോ ആഡ് ചെയ്താൽ ഫസ്റ്റ് എക്സ് കിട്ടും, അതായത് എക്സ് വൺ കിട്ടും. സെക്കൻഡ് റോ ആഡ് ചെയ്താൽ സെക്കൻഡ് എക്സ് അല്ലെങ്കിൽ എക്സ് ടു കിട്ടും. തേർഡ് റോ ആഡ് ചെയ്താൽ എക്സ് ത്രീ കിട്ടും. ഫോർത്ത് ആഡ് ചെയ്താൽ എക്സ് ഫോർ കിട്ടും. ഫിഫ്ത്ത് ആഡ് ചെയ്താൽ എക്സ് ഫൈവ് കിട്ടും. സിമിലർലി ഫസ്റ്റ് കോളം ആഡ് ചെയ്താൽ ഫസ്റ്റ് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? വൈ ആണ് അല്ലെ? വൈ റെപ്രസെന്റ് കോളം. ഫസ്റ്റ് കോളത്തിന് ആഡ് ചെയ്താൽ ഫസ്റ്റ് വൈ കിട്ടും അല്ലെങ്കിൽ വൈ വൺ കിട്ടും. സെക്കൻഡ് കോളത്തിനെ മൊത്തം ആഡ് ചെയ്താൽ വൈ ടു അല്ലെങ്കിൽ സെക്കൻഡ് വൈ അല്ലെങ്കിൽ വൈ ടു കിട്ടും. തേർഡ് കോളത്തിനെ മൊത്തം ആഡ് ചെയ്താൽ തേർഡ് കോളം ഇങ്ങനെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? വൈ ത്രീ കിട്ടും. ഫോർത്ത് കോളം ഇങ്ങനെ ആഡ് ചെയ്താൽ വൈ ഫോർ കിട്ടും. ഈ ഒരു കാര്യം എല്ലാവരെയും മനസ്സിലുണ്ടാക്കിയ ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു കാര്യം എല്ലാവരെയും മനസ്സിലുണ്ടാക്കിയ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? പി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് വൺ എങ്ങനെ കിട്ടും? പി ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ ആഡിങ് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 0.2 പ്ലസ് 0.2 എന്ത് കിട്ടും? 0.4 എന്ന് കിട്ടും. അതാണ് 0.4. അടുത്തത് 0.1. 0.1 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴേ കിട്ടും. അപ്പൊ ചിലപ്പോൾ കാൽക്കുലേഷൻ ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 0.13 എന്നായിരിക്കും കിട്ടുന്നതെന്ന് തോന്നുന്നു. 0.13 ആണ്. അപ്പൊ ഇവര് 0.1 എഴുതുമ്പോൾ അങ്ങനെ 0.13. ഓക്കെ. അപ്പൊ അതേപോലെ അടുത്ത ആഡ് ചെയ്യുമ്പോൾ 0.04 ആയിരിക്കും. മറ്റേത് ഇത് മാത്രമായിട്ട് വ്യത്യാസം വന്നാണ്. ഇത് 0.13 ആണ്. 0.1 അവർ എഴുതിയിട്ടുള്ളൂ. 0.13 ആണ്. 0.04 ആണ്. അപ്പൊ ആ രീതിയിൽ ഓരോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സിമിലർലി നമുക്ക് എന്ത് കിട്ടും? കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ ഈ കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ കിട്ടും. അപ്പോൾ ഇത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ പി ഓഫ് വൈ വൺ കിട്ടും. പി ഓഫ് വൈ വൺ എന്ന് വെച്ചാൽ എന്താണ്? 0.2, 0.3, 0.34 ആയിരിക്കും. പി ഓഫ് വൈ വൺ 0.34 ആണ്. അപ്പോൾ വൈ ടു ഇത് കിട്ടി, വൈ ത്രീ ഇത് കിട്ടി, വൈ ഫോർ. എച്ച് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് കെ ലോഗ് 1 ബൈ പി ഓഫ് എക്സ് കെ. അതിന്റെ അർത്ഥം എന്താണ്? പി ഓഫ് എക്സ് വൺ. ഇപ്പൊ നമുക്ക് എക്സ് വൺ തൊട്ട് എക്സ് വൈ വരെ കിട്ടി. അപ്പൊ പി ഓഫ് എക്സ് വൺ ലോഗ് 1 ബൈ പി ഓഫ് എക്സ് വൺ പ്ലസ് പി ഓഫ് എക്സ് വൺ ലോഗ് 1 ബൈ പി ഓഫ് എക്സ് വൺ പ്ലസ് പി ഓഫ് എക്സ് ടു and x2 ഇതാണ് പി ഓഫ് എക്സ് ടു log 1 by p of x2 p of x3 log 1 by p of x3 p of x4 p of x4 log 1 by p of x4 p of x5 log 1 by p of x5 അതുകൂടെ അത് ചെയ്യുമ്പോൾ h of x കിട്ടും h of y കിട്ടും. h of x, yക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണ്? ഡയറക്റ്റ് p of x, y തന്നിട്ടുണ്ട്. അപ്പൊ h of x, y എന്ത് കിട്ടാൻ? h of x, y is p of x സിഗ്മ, രണ്ട് സിഗ്മയും p of x k, yj log 1 by p of x k, yj. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതെല്ലാം എന്ന് വെച്ചാൽ ഫസ്റ്റ് 0.2 into log 1 by 0.2 plus 0 into log 1 by 0 plus 0.2 into log 1 by 0.2. ആ രീതിയിൽ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഇത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ ഈ വാല്യൂ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോഗ് 1 by 0.4 നിങ്ങൾ ആദ്യം 1 by 0.4 കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ലോഗ് ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇത്
ഇതൊരു 2 ആണെന്ന് വെക്കുക. ഓക്കെ, ഇതൊരു 2 സംതിങ് ലോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/0.4 എടുക്കുമ്പോൾ നമ്മൾ 2 പോയിന്റ് സംതിങ് കിട്ടിയെന്നില്ല, 2.5 കിട്ടിയെന്ന് വെക്കുക. അപ്പൊ ഈ 2.5 ലോഗ് 2.5 വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്, ഇവിടെ ബിറ്റ്സ് ബൈനറി ആക്കി മാറ്റണം. ലോഗ് 2.5 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്നതിന്റെ ബേസ് എത്രയാണ്? ലോഗ് ടു ദി ബേസ് 10 ആണ്. അപ്പൊ അതിനെ ലോഗ് ടു ദി ബേസ് 2 ആക്കി മാറ്റണം. അപ്പൊ ഇതെന്താണ്, ലോഗ് 2.5 എന്ന് പറഞ്ഞാൽ ലോഗ് 2.5 എന്ന് കാൽക്കുലേറ്ററിൽ കൊടുക്കരുത്. പകരം ലോഗ് 2.5 ഡിവൈഡഡ് ബൈ ലോഗ് 2 എന്ന് വേണം കാൽക്കുലേറ്ററിൽ കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ലോഗ് ടു ദി ബേസ് 2 ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടും. ക്ലിയർ ആവുന്നല്ലോ? ഇതിപ്പോ ലോഗ് ഇതിന്റെ വാല്യൂ ഒരു ലോഗ് 3 ലോഗ് 4 ആണ് കിട്ടിയെന്ന് വെക്കുക, ചുമ്മാ പറയുന്നത്. ഇത് ലോഗ് 4 എന്ന് കൊടുത്ത് ലോഗ് 4 × 0.13 അടിച്ചാൽ പോരാ. പകരം ലോഗ് 4 ഡിവൈഡഡ് ബൈ ലോഗ് 2 ഇൻറ്റു ലോഗ് 4 ഡിവൈഡഡ് ബൈ ലോഗ് 2 എടുക്കണം. ആ കിട്ടിയ വാല്യൂ ആണ് 0.03 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ കിട്ടിയ വാല്യൂവിനെയാണ് പോയിന്റ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചോദിക്കാം. ശരി, കണ്ടിന്യൂ ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാമോ? കണ്ടിന്യൂ ചെയ്യാം. ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്താലോ? ഒരു 10 മിനിറ്റ്സ് കൂടെ. ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്, അതാ ചോദിച്ചത്. നാളെ എടുക്കാം സർ ബാക്കി.